ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഓരോ കാര്യത്തിനകത്തും ഉണ്ടാവും. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഈ കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. ഏതൊരു വ്യക്തിയും മച്യൂരിറ്റിയിലോട്ട് വരുന്നത് പല പല ഘട്ടത്തിൽ കൂടിയാണല്ലോ. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികതയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് ശുക്ലം ശക്തമായിട്ട് പുറത്തേക്ക് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഏതൊക്കെ മെത്തേഡുകൾ ചെയ്യണമെന്നും നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ബീജോൽപാദനവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ശരീരം നടത്തുന്ന സങ്കീർണവും സൂക്ഷ്മവുമായ ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു കാര്യം 2 സ്റ്റേജായിട്ടാണ് ശരീരം ചെയ്യുന്നതെന്നറിയാമല്ലോ. ഒന്ന് എമിഷനും മറ്റൊന്ന് എക്സ്പൽഷനും. ആദ്യത്തെ സ്റ്റേജിൽ ഈ സെമിനൽ ഫ്ലൂയിഡ് യൂറിത്രയിലേക്ക് എന്നുവെച്ചാൽ പോസ്റ്റീരിയർ യൂറിത്രയിലേക്ക് റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ യൂറിത്രയിൽ നിന്നും പുറത്തേക്ക് തെറിപ്പിക്കുന്ന പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പൊസിഷൻ പറയുന്നതിന് മുമ്പേ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അറിയണമല്ലോ. യഥാർത്ഥത്തിൽ ഒരു പുരുഷനെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. ഈ മസിലുകളെ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിച്ചാണ് നെർവസ് സിസ്റ്റവും സ്പൈനൽ കോഡും ചേർന്ന് ഈ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യായാമങ്ങളുണ്ടല്ലോ, സ്ഖലനത്തെ നിയന്ത്രിച്ച് ഇത് ശക്തമായിട്ട് പുറത്തേക്ക് വരുന്നതിനെ സഹായിക്കുന്നുണ്ട്. ഈ മസിൽസിനെയാണ് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അവസാനം ഒന്ന് ടൈറ്റ് ആക്കുന്നത്. യഥാർത്ഥത്തിൽ ശക്തമായ സ്ഖലനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മാക്സിമം ഇത് കൂടുതൽ താമസിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാക്സിമം മൂഡ് വരുത്തിക്കൊണ്ട് താമസിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ അത്. അതിനുവേണ്ടി ചെയ്യേണ്ട ചില പൊസിഷൻസ് ഉണ്ട്, ചില മെത്തേഡുകളും രീതികളും ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മെത്തേഡ് ചെയ്താലും ഈ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. എന്നുവെച്ചാൽ നല്ല മൂഡായി കഴിയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അത് ബോധപൂർവം സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം 2-3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്യണം. ഈ സമയം ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം പങ്കാളിയായിട്ട്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് റിലാക്സ് ആയതിനു ശേഷം ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ മാക്സിമം സമയം എൻജോയ് ചെയ്യാൻ പറ്റും. അത് സ്ത്രീ പങ്കാളിക്കും കൂടുതൽ സംതൃപ്തി കിട്ടുന്ന കാര്യമായിട്ട് മാറും. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ സമയത്ത് തിരഞ്ഞെടുക്കുന്ന പൊസിഷൻ. പുരുഷനെ സംബന്ധിച്ച് കുറച്ച് റിലാക്സായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അത് വേണം ഈ സമയത്ത് തിരഞ്ഞെടുക്കാൻ. എന്നുവെച്ചാൽ ലിംഗത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ സ്ട്രെയിൻ വരാത്ത രീതികളുണ്ടല്ലോ, അതാണ് നല്ലത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില അവസരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഇത് വരുത്തില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഇല്ല. എന്നാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ച് ഇതുപോലുള്ള ചില ടെക്നിക്കുകൾ യൂസ് ചെയ്താൽ എത്ര സമയം വേണേലും നിയന്ത്രിക്കാൻ പറ്റും. പൊസിഷനെക്കുറിച്ച് പറയുമ്പോൾ സൈഡിൽ കൂടി ചെയ്യുന്ന രീതി വളരെ റിസൾട്ട് കിട്ടുന്നതായിട്ട് പറയാറുണ്ട്. അതുപോലെ ഡോഗി സ്റ്റൈലും അതിൻ്റെ ചില വേരിയേഷൻസ് ഉണ്ടല്ലോ, അതും വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഏത് പൊസിഷൻ പറഞ്ഞാലും അവരവർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന രീതിയുണ്ടല്ലോ, അത് വേണം തിരഞ്ഞെടുക്കാൻ. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് വെച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് ഉണ്ടല്ലോ, തുടക്കത്തിലൊക്കെ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ബന്ധപ്പെടുന്നതിന് ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കണം. പുരുഷനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം സ്ഖലനം നടന്നു കഴിഞ്ഞാൽ പിന്നെ 48 മുതൽ 72 മണിക്കൂർ വേണം ബോഡി അത് വീണ്ടും ഡിമാൻഡ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ശരീരവും മനസ്സും 2 രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ശരീരത്തെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജം, ഹോർമോണുകളുടെ പ്രവർത്തനം ഒക്കെ വളരെ പ്രധാനമാണ്. എന്നാൽ മനസ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിന് ചില സാഹചര്യങ്ങളും ഇഷ്ടങ്ങളും ചിന്തകളും ഒക്കെയാണ് പ്രധാനം. ആരോഗ്യമുള്ളൊരു പുരുഷൻ്റെ ശരീരത്തിൽ മില്യൺ കണക്കിന് സ്പേം സെൽസ് ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഡെയിലി ഇത് ഔട്ടാക്കുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് അല്ല. ഇതിനെ നിയന്ത്രിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലെവൽ കൂടുന്നത്. തന്നെയല്ല, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രവർത്തനവും ശരിയായ രീതിയിൽ നടക്കും. അപ്പം നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റ് പല കാര്യത്തിനും ഗുണമായിട്ട് വരാം. സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ചും അവർക്ക് പൂർണ്ണമായ സംതൃപ്തി കിട്ടാൻ ഇതിനകത്തെ ചില രീതികൾ കൊണ്ട് പറ്റും.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.